പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒന്നിച്ച് പൊട്ടിച്ചിരി ഒരുക്കിയ തില്ലാന തില്ലാന എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ഇത് നിങ്ങളുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാ മതി. സോറി. ഹലോ, ഇവിടെ ഇരുന്നോ? ശരിയാവില്ല. അല്ലെങ്കിൽ ഈ ഹോട്ടൽ വരുമ്പോ ഇതാണ് എന്റെ സീറ്റ്. ഓക്കെ, കംഫർട്ടബിൾ. ക്യാഷ് ഒക്കെ ലാവിഷാ. കണ്ട, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കാപ്പിയോ, നാരങ്ങയോ? ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. അതെ, ലേറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. എനിക്ക് 4 ചപ്പാത്തി ചിക്കൻ. ബേറർ ഓർഡർ പ്ലീസ്. അമൃതയ്ക്ക് സ്വപ്നയ്ക്ക് എന്താ വേണ്ടേ? എനിക്കൊരു മിക്സഡ് ഫ്രൈഡ് റൈസ്, ഒരു ചില്ലി ചിക്കനും മതി. ഞങ്ങൾക്ക് 4 ബട്ടൂര, 2 ചിക്കൻ 65, 2 ചിക്കൻ, ഒരു ഫിഷ് മോളി. എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം. അപ്പൊ കഴിക്കാനൊന്നും വേണ്ടേ? ഒരു ചപ്പാത്തിയും ഹാഫ് വെജിറ്റബിൾ കറി എടുത്തു. അങ്ങനെയൊന്നുമില്ല. 5 ഷാർജ് എടുത്തു. ലൈറ്റ് ആയിട്ട് ഇതാണെങ്കിൽ ഹെവി ആയിട്ട് എന്തായിരിക്കും ഭഗവാനെ? എന്താ? ഏയ് ഒന്നുമില്ല, ഇത്രയും മതിയോ എന്ന് ചോദിക്കായിരുന്നു. അതിന്ന് ആര് പറഞ്ഞു? ഒരു 10 ചപ്പാത്തിയും ഒരു തന്തൂരി ചിക്കനും പാർസൽ എടുത്തോ. പാഴ്സലോ? അതാർക്ക്? ഉത്തരൻ ഞങ്ങളുടെ വേലക്കാരനാ. ഇവർക്ക് വേലക്കാരനും ഉണ്ടോ? വേലക്കാരിയുണ്ട്, ഉത്തരി. അതുപോലെ ഒരു സെറ്റ് കൂടി എടുത്തോട്ടാ. 5 ഐസ്ക്രീം കൂടി. പിന്നെ എവിടെ ഓമനക്കുട്ടന്റെ വീട്? പുന്നപ്പറ. പിന്നെ പറയുന്നത് എന്തിനാ? ഇപ്പൊ പറഞ്ഞൂടെ? ഇപ്പൊ തന്നെയാ പറഞ്ഞത്, പുന്നപ്പറ. അമൃതയുടെ വീട് എവിടെയാ? ആക്ച്വലി ഞാൻ ജനിച്ചത് അമേരിക്കയിലാ, വളർന്നത് ജപ്പാനിലും, പഠിച്ചത് ഇവിടെയും. വീട് ഇവിടെ അടുത്ത് തന്നെയാ. കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ അമൃത അങ്ങ് പിടിച്ചു എന്ന് തോന്നുന്നു. കണ്ടപ്പോ ഒരിഷ്ടം തോന്നി. ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയൊക്കെ? എന്റെ അച്ഛൻ ബംഗാളി, അമ്മ മലയാളി. മോൻ എരപ്പാളി. 4 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. ഭയങ്കര അത്ഭുതാണല്ലോ. 4ാമത്തെ വയസ്സിൽ അങ്ങനെ അച്ഛനായോ? അയ്യോ, അച്ഛന് 4 വയസ്സുള്ളപ്പോഴല്ല, എനിക്ക് 4 വയസ്സുള്ളപ്പോ അച്ഛന് 4 വയസ്സായി. ഇപ്പൊ അമ്മയും ഞാനും തനിച്ച ഏക മകൻ. ആവശ്യത്തിന് പണം, പക്ഷേ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഞാൻ അലയുകയാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അമ്മയും. കുഞ്ഞിക്കാലൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം 5 ചിക്കൻ കാല് പറ. വടിവേലി ആളൊരു രസികനാണല്ലോ, മുഖത്തിന് പറ്റിയ പേരില്ലേ? വന്നു. കണ്ടില്ല. ഇങ്ങടെ അന്നേരം അവര് സംസാരിക്കട്ടെ. ഇതൊക്കെ ഞാൻ പിടിച്ചോ. ബില്ല് ഏകദേശം എത്രയാ? ബില്ല് ഞാൻ കൊടുക്കും. അത് പറ്റില്ല, കാശ് ഞാൻ കൊടുക്കും. അത് തന്നെ ഞാൻ പറഞ്ഞത്. ബില്ല് ഞാൻ കൊടുക്കും, കാശ് ഓമനക്കുട്ടൻ കൊടുക്കും. ബിൽ ക്ലിന്റൺ. എല്ലാവരും കൈയടിച്ചേ. ആരാ മനസ്സിലായില്ല? ബഗേഴ്സ് ആണോ? പലതവണ പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ച് ലെക്കിലാകാനില്ലാതെ എന്റെ ഡ്രസ് ഒന്നും എടുത്തിടരുന്ന്. മനസ്സിലായോ? അതല്ലേ പറഞ്ഞ് മനസ്സിലായില്ല. വേലക്കാരന്റെ സ്ഥാനത്ത് വെക്കണം. അണ്ടർസ്റ്റാൻഡ്? തല്ലി സീരിയസ് ആയിട്ടാണോ തമാശക്കാണോ? സീരിയസ് ആയിട്ട്. സീരിയസ് ആണെങ്കിൽ ഓക്കെ, തമാശ എനിക്ക് ഇഷ്ടമല്ല. വിട്ട ശരിയാവില്ല. അയ്യോ, ബോബി സാർ എപ്പോ വന്നു? അപ്പം ചുട്ട പിറ്റേന്ന്. ഒരു പൈന്റ് കൂടി എടുക്കട്ടെ സാറേ? അയ്യോ വേണ്ട, ഇന്ന് ഇനി മുങ്ങാൻ വയ്യ. വല്ലാതെ വിശക്കുന്നു. കഴിക്കാൻ വല്ല എടുത്തു? ഇല്ലെന്നേ. ചൂടോടെ വല്ല എടുത്തു വെക്കാൻ? ഇല്ലെന്നേ. എടുത്തു വെക്കുന്നോ ഇല്ലയോ? ഇല്ലെന്നേ. എടുത്തു വെക്കാൻ അതല്ലേ പറഞ്ഞ ഇല്ലെന്ന്. ഹിറ്റ് കാരണം ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, മറന്നുപോയി, ക്ഷമിക്കണം. വിശന്ന് കൊടല് കരിയുന്നു. ഐഡിയ, നമുക്ക് തട്ടടിക്കാം. ഓക്കെ, തട്ടടിക്കാം. ചന്ദ്ര ചേച്ചി കുറച്ച് ഇപ്പൊ തരാം. ഇന്നെനിക്ക് തട്ടടിക്കാൻ ചന്ദ്രിക ചാലിച്ച ചമ്മന്തി. ചാച്ചി ഒരു ഓംപ്ലേറ്റ്. ആംപ്ലേറ്റ് പെംപ്ലേറ്റും ഒക്കെ തരാം, സമാധാനപ്പെടി. ഇന്ന ഓംപ്ലേറ്റ്. ഓം പ്ലേറ്റ്. ഇവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ വഴി? ഇതാണ് സൗന്ദര്യം കൂടിയാലുള്ള കുഴപ്പം. എനിക്ക് ഇത് തന്നെയായിരുന്നു പ്രശ്നം. നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയല്ലായിരുന്നു. എന്താ പോലീസ് പിടിക്കും? അതല്ലടോ, പ്രേമലേഖനങ്ങളുടെ ഒരു കൂമ്പാർ. ദിവസം കുറഞ്ഞത് 3 കത്തെങ്കിലും കിട്ടും. ചിരിക്കണ്ട. ചിതലെടുത്ത് എന്റെ പലതുമെങ്കിലും ചിലതെടുത്ത് ഞാൻ പൊടി തുടയ്ക്കവേ പ്രിയതമേ നിന്റെ പ്രണയലേഖനം എന്റെ കൽപ്പാന്ത തോയേ കാണണോ? നിരവധി കത്തുകളുണ്ട് എന്റെ മുറിയിൽ. പിന്നെന്താ കെട്ടാത്തേ? ആദ്യം ഞാൻ കല്യാണിയെ പ്രേമിച്ചു, അവൾ കല്യാണം കഴിച്ചു പോയി. പിന്നെ ഞാൻ ഓമനയെ പ്രേമിച്ചു, അവൾ ഒളിച്ചോടിപ്പോയി. അവസാനം ഞാൻ കരുണയെ പ്രേമിച്ചു, അവളുടെ അച്ഛൻ എന്റെ കരുണത്തടിച്ചു. അതോടെ ഞാൻ എല്ലാം വെച്ച് കെട്ടി സാറേ. ബോബി സാറ് വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? കുപ്പി വാങ്ങിച്ചു എന്ന ഐഡിയ പറഞ്ഞുതരാം. അതൊക്കെ വാങ്ങിച്ചു തരാം, താൻ കാര്യം പറ. ക്ലാസ്സിൽ സാറിന് സംശയമുള്ള വ്യക്തിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുക, ഒരു കാമാസ്ത്രം പോലെ. ആ നോട്ടം കാണുമ്പോ അവരുടെ മുഖഭാവം എല്ലാം മാറും.
അവരും സാറിനെ തന്നെ നോക്കിയിരിക്കും. സംഗതി ക്ലിയർ. കേട്ടിട്ടില്ലേ? കണ്ണും കണ്ണും കൊള്ളയടിച്ചാൽ കാതലൊരു കഴിഞ്ഞ പ്രാവശ്യം മോളെന്നെ ശരി ഹലോ ഫ്രണ്ട്സ്. സ്വീറ്റ്. നിർത്താറായില്ലേ? ഇല്ല, ചെറിയൊരു ഇന്റർവെൽ കൊടുക്ക്. നാളെ ഞങ്ങൾക്ക് അവധി ആയതുകൊണ്ട് ഏത് സ്പോട്ടിൽ പോകണമെന്നതിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു. നാളെ ഉച്ചയ്ക്ക് നമ്മൾ എല്ലാരും സീ റോക്കിൽ കൊടുക്കും. ലഞ്ച് എന്റെ വക. അതും കൊള്ളാം. പക്ഷെ ബില്ല് ആര് പേ ചെയ്യും? ബില്ല് പേ ചെയ്തോളും. സീറോക്ക് കേറി കേറി ഇവളുടെ ഫാദറിനെ നീ സീറോ ആക്കാതിരുന്നാ മതി. അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. മാരേജിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞ പോലെ നാളെ ഉച്ചയ്ക്ക്. ഓക്കെ. മിക്കവാറും ഇവരുടെ പിന്നാലെ ഒരാളുണ്ടാവും. ഇവരുടെ എന്നല്ല, നിങ്ങളുടെ പുറകെയും ഇയാൾ വന്നിട്ടുണ്ടാവും. പെണ്ണ് എന്ന് എഴുതി കാണിച്ചാൽ അതിന്റെ പിന്നാലെ കൂടുന്ന ലോല ഹൃദയനായ ഒരു ഓമനക്കുട്ടൻ. KP ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു കോഴി. ഹായ് ഗേൾ. ഹലോ ഹലോ, ഒന്ന് പ്ലീസ്. ഞാൻ KP ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. അടുപ്പമുള്ളവരെന്നെ ഹൃത്തിക് റോഷൻ എന്ന് വിളിക്കും. എന്താ പേര്? പേര് എന്താ ഇത്ര ആലോചിക്കുന്നത്? ഇത് അമൃത, ഞാൻ സ്വപ്ന. നല്ല പേര്, എനിക്കിഷ്ടായി. സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത്. പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പേടിക്കണ്ട, ബിൽ ഞാൻ പേ ചെയ്തോളാം. അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ദേ, നിറച്ചും റിസർവ് ബാങ്കിന്റെ നോട്ട്സ് ഇല്ലേ? അതല്ല, ഇനി 2-3 പേരും കൂടി വരാനുണ്ട്. എന്തിന് 2-3 പേരാക്കുന്നു? എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ. പെൺകുട്ടികളെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിൽ ആകെയുള്ളത് ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളാണ്. അത് മാക്സിമം ആസ്വദിച്ച് ജീവിതത്തെ തന്നെ സ്വയം. ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്സ് എല്ലാം എത്തിയോ? ഹായ് ഗേൾസ്. ബായ്സാ. ഇത് ഓമനക്കുട്ടൻ, എന്റെ ഫ്രണ്ടാ. ഇത് സുരേഷ്, രാജീവ്, ഇത് വടിവേലു. വടിവേലു? വടിവേലു. ഇവരൊക്കെ ജസ്റ്റ് എന്റെ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സമാധാനമായി. ഞാൻ സ്വപ്ന, ഇത് അമൃത. അറിയാം, പെൺകുട്ടികളുടെ പേര് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ മറക്കില്ല. തെറ്റിപ്പോകരുതല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അപ്പൊ ഇന്നത്തെ ചെലവ് ഓമനക്കുട്ടന്റെ വക. സീറോക്ക് വേണ്ട, ഇവിടെ തന്നെ ആവാം. അല്ല, അത് Come on, വരൂ. ഡബിൾ ഓക്കേ. ദേ ഗോവിന്ദേ, ദേ കലിപ്സ് വരുന്നു. നിനക്കെന്താ ഒരു വിമ്മിഷ്ടം? എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ നീ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അല്ലെങ്കിൽ പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതല്ലെങ്കിൽ നാശമാണ്. അതല്ലെങ്കിൽ വിനാശമാണ്. അതല്ലെങ്കിൽ ദ്രോഹമാണ്. ഞാൻ സിഗരറ്റ് വലിക്കില്ല, സിഗരറ്റ് ചുരുക്കേണ്ട. ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട്, അതുമല്ലെങ്കിൽ സന്തോഷകരമായൊരു ദിനമായതുകൊണ്ട്, അതല്ലെങ്കിൽ ആഹ്ലാദകരമായൊരു ദിവസമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ദ്രോഹി. എത്രയും പെട്ടെന്ന് പരിപാടി തുടങ്ങണം. എവരോ ബാലകൃഷ്ണൻ? ബാലകൃഷ്ണ, നിക്കവിടെ നിക്ക. താനിത് എവിടെ പോയി കിടക്കരുതോ? പരിപാടി കൊടുക്കാൻ സമയമായി. ഞാൻ ഇത്തിരി മൂത്ത് ഒഴിക്കാൻ പോയതാണ്. ഫ്രാക്ചോയോ? അപ്പൊ അത് ഈ ഫാദറിന് വിളിക്കാൻ വന്നപ്പോ അച്ഛൻ കയറുന്ന 2 കൂടി ക്ലബായിട്ട് അങ്ങനെ ഇതായി. എന്താടോ ഇത്? ഞാൻ പറഞ്ഞില്ലേ, മൂത്ത റം. വൃത്തികെട്ടത്. അല്ലല്ലോ, നല്ലതാ. നല്ലൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വേഗം പരിപാടി തുടങ്ങാൻ നോക്ക്. അത് സെലിബ്രേഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി? പോകാം. അച്ഛൻ ഒരു പണത്തോളയിൽ വെച്ചേക്കണേ. കാലിപ്സ്. എന്താ പറഞ്ഞ?
സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരുന്നു. കൈയെടുക്കാൻ വരട്ടെ. സ്വന്തം കമ്പോസിംഗ്. സ്വന്തം കമ്പോസിംഗ് ആരുടെ? ബോബിയുടെ സ്വന്തം കമ്പോസിംഗ് ആണെന്ന് പറയരുത്. പക്ഷെ ഞങ്ങൾ കലക്കും, കലക്കി മറിക്കും. സ്റ്റേജിൽ വെച്ച് മറിയുമെന്നായിരുന്നു ഞങ്ങളുടെ പേര്. മറിഞ്ഞേനെ, ആ ബാലൻസ് കളിച്ച് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ. സ്നേഹപൂർവ്വം കുത്ത് കുത്ത് കുത്ത്. കുത്ത് കുത്ത് കുത്ത്. ആരാ? എടാ, ഇതാണ് ഭാഗ്യം വേണമെന്ന് പറയണത്. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെൺകുട്ടി അതാരാണെന്ന് മനസ്സിലാകാത്ത നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നീ ധൈര്യമായിട്ടിരിക്കടാ. അവൾ ആരായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. എന്താ ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് ഒരു പെൺകുട്ടി പോലെ എന്റെ മുഖത്ത് നോക്കുന്നത് എന്താ നിനക്ക് മനസ്സിലാവുള്ളൂ? തേണ്ടി നിന്റെ അപ്പൻ